ഇത് മുഴുവൻ നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ചെടുത്ത തുളസിയാട്ടോ. തുളസിക്കാടിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ മഴയിൽ മുളച്ച് വന്നിട്ടുള്ള തുളസിയാണ്. പിന്നെ കയ്യോന്നി നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ പൂവാങ്കുരുന്നില, അതുപോലെ കീഴാർനെല്ലി എല്ലാം കിട്ടിയിട്ടോ എണ്ണ കാച്ചാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ അത് പറിച്ചെടുത്ത് നോക്കുമ്പോൾ അച്ഛൻ ഓണം കൊണ്ടുവന്നു. അതെല്ലാ വർഷവും ഉള്ളതാണ്. ഞാൻ നേരെ കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ട് പൂക്കളം ഇടാനിരുന്നു കേട്ടോ. 2-3 തരം പൂവേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒപ്പിച്ചെടുത്തതാണ്. അതുകൊണ്ട് കളർഫുൾ അല്ല അത്രേ, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഇട്ടുമെന്ന് തോന്നുന്നു. സജുവേട്ടന് ഇന്ന് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ആൾ പോയി. രാവിലെ അവിടുത്തെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്ത് തന്നു. ഇതാണ് അവരുടെ പൂക്കളം. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോയും അതുപോലെ ഓഫീസിലുള്ള എല്ലാവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ സച്ചുവേട്ടൻ ഹെയർ കട്ടൊന്നും ചെയ്യാതെ അങ്ങനെ അവരുടെ വർക്ക്ഷോപ്പിലുള്ള ജോലിയല്ലേ ഉള്ളൂ, പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആളങ്ങനെ നടക്കുക. പക്ഷേ സെലിബ്രേഷനൊക്കെ ആകുമ്പോൾ ആൾ പെട്ടെന്ന് പോയിട്ടൊരു മേക്ക് ഓവർ നടത്തിയിട്ട് വരും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. രാവിലെ എൻ്റെ പിള്ളേർ ഇന്ന് നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് അവർക്കറിയണ്ടായിരുന്നില്ല. അവർ പോയിട്ട് കുഴിമന്തി വാങ്ങിയിട്ട് വന്നു കഴിക്കുക കേട്ടോ. രാവിലെ ഫുഡൊന്നും അങ്ങനെ വെച്ചില്ല. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നല്ല മഴയാണ്, നല്ല മടി കയറി എനിക്ക്. അതുകൊണ്ട് ഒരു സിനിമ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഉത്രാടത്തിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു രൂപവും ഇല്ലാത്ത ആദ്യത്തെ ഓണമാണ് എൻ്റെ. രാവിലെ തന്നെ മഴ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ്. നമുക്ക് മടിച്ച് ഇങ്ങനെ ഉമ്മർത്ത് മഴ നോക്കിയിരിക്കാൻ തോന്നും. ഉത്രാടപ്പാച്ചിലൊന്നും ഇവിടെ കാണാനില്ല. ഭയങ്കര മടിയുള്ള ഒരു ഉത്രാടമായിപ്പോയി. ഇനി വെയിലൊക്കെ ആയിട്ട് വേണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.